ആകെ നോക്കുവിന് നമുക്കൊരു പാപമോചനം വേണം. മരണ ദിവസം വരുമ്പോൾ നമ്മൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മാർവിൽ ചാരി ആശ്വസിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, നമുക്ക് ക്രൂസിലേക്ക് നോക്കാം. നോക്കുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ട് അവനിതാ ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളിൽ സകല മനുഷ്യരും കാണെ തൂങ്ങിക്കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ എല്ലാം കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവൻ ചുമന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഭാരങ്ങളെ വഹിച്ചതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് അവൻ മരിക്കുകയാണ്. യേശുക്രിസ്തു മരിച്ചത് പിശാചിന്റെ മുമ്പിലല്ല, യേശുക്രിസ്തു മരിച്ചത് ദൈവത്തിന്റെ മുമ്പിലുമല്ല. പിന്നെന്താണ്? ദൈവത്തിന്റെ നിയമ പുസ്തകത്തിന്റെ മുമ്പിലത്രേ ന്യായപ്രമാണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ നിയമത്തിലാണത്രേ ക്രിസ്തു മരിച്ചത്. ആ നിയമം മോശ മുഖാന്തരം ദൈവം അയച്ചത്. ഈ നിയമത്താൽ നമുക്ക് ലംഘനം വരുമെന്നും നമ്മൾ നീതിമാന്മാരല്ലെന്നും നമുക്ക് തെളിയിക്കാൻ അത്രേ ദൈവം മോശ മുഖാന്തരം ദൈവത്തിന്റെ നിയമപുസ്തകം തന്നത്. എന്നാൽ ആ നിയമപുസ്തകം വായിക്കുമ്പോഴൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു അരിഷ്ടനായിരിക്കുന്ന മനുഷ്യനാണ്. ആരെന്നെ രക്ഷിക്കും, ആരെന്നെ വിടുവിക്കും? എനിക്ക് ഒരു നാളും ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു നിലവിളി മാത്രമേ മനുഷ്യനുണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ വരവ്. ന്യായപ്രമാണത്താൽ സാധ്യമാകാത്ത സകലതും സാധ്യമാക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അങ്ങനെ അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ എന്റെയും നിന്റെയും പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് അവനിതാ ഗോൽഗോഥ മലമുകളിലേക്ക് പോവുകയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ന്യായപ്രമാണത്തിന്റെ നിയമത്തിനൊത്തവണ്ണം എന്റെയും നിന്റെയും പാപം സ്വയം ചുമന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ദൈവകോടതിയുടെ മുമ്പിൽ മരിക്കുകയും ചെയ്തു. ഇതിനാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃപയുടെ ഉദ്ദേശം എന്താണ്? ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, പാപമോചനം. ദൈവത്തോട് നമ്മളെ ചേർക്കുക. ദൈവത്തോട് നമ്മളെ ചേരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപമാണ്. ആ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു വഹിച്ചത് വഴി ഇനിയും പ്രിയപ്പെട്ടവരെ പാപമോചനത്തിന് വേണ്ടി യാതൊരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാനില്ല.